നമസ്കാരം. ഇന്നത്തെ വിഷയം +1 പ്രവേശനത്തിലെ സ്പോർട്സ് കോട്ടയാണ്. ഇപ്പൊ സ്പോർട്സ് കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്പോർട്സിൽ ഏകജാലക സംവിധാനത്തിലെ മെറിറ്റ് കോട്ട, അതായത് ജനറൽ അഡ്മിഷൻ പ്രോസസ്സിൽ സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനവും രണ്ടും രണ്ടാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ സാധാരണ ഇപ്പം നടക്കുന്ന +1 പ്രവേശനത്തിലെ നമ്മൾ കാൻഡിഡേറ്റ്സ് ലോഗിനൊക്കെ സൃഷ്ടിച്ച് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ സ്പോർട്സ് കോട്ടയിൽ നമുക്ക് പ്രവേശനം കിട്ടുന്നതല്ല. സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം കിട്ടണമെങ്കിൽ സ്പോർട്സ് കോട്ടയിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കണം. എല്ലാവരും അപേക്ഷിക്കേണ്ട കാര്യമില്ല. സ്പോർട്സ് രംഗങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ, മികവുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ജില്ലാ തലം മുതൽ നമുക്ക് സാധ്യതയുണ്ട് എന്തായാലും. പിന്നെ ജില്ലാ സംസ്ഥാന തലം, സബ് ജില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കൊടുക്കാം. എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ആ ജില്ലാതലം ആയി സംസ്ഥാന തലം ഉള്ളവരുണ്ടെങ്കിൽ അവർക്കായിരിക്കുമല്ലോ മുൻഗണന. ആ രീതിയിലാണ് അത് വരുന്നത്. അപ്പോ നമ്മൾ അങ്ങനെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കണം. അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് 2026 ജൂൺ 9 തുടങ്ങിയിട്ടുണ്ട്. 18 വരെയാണ് അതിനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആരാണ് പ്രധാനമായിട്ട് അപേക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇതുവരെ +1 അഡ്മിഷനിൽ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ, ട്രയൽ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും സ്പോർട്സിൽ മികവ് തെളിയിച്ചവരാണെങ്കിൽ അവരൊന്ന് അപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ സ്പോർട്സിൽ കിട്ടിയാൽ തിരിച്ചിപ്പുറത്ത് കിട്ടുമ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. ആദ്യം സ്പോർട്സിലാണ് കിട്ടുന്നതെങ്കിൽ ഏതിലാണോ ആദ്യം കിട്ടുന്നത് അപ്പം നമുക്ക് മറ്റതിൽ പിന്നെ പോകേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പുറത്ത് നമ്മൾ ജനറൽ അഡ്മിഷൻ പ്രോസസ്സിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ ആദ്യം പ്രവേശിക്കുക. പിന്നെ സ്പോർട്സിൽ നമ്മൾ പോവേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇത്തരത്തിൽ കിട്ടാത്ത കുട്ടികൾ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയാം. അതായത് സ്പോർട്സ് കോട്ട നോക്കണം, കമ്മ്യൂണിറ്റി കോട്ട നോക്കണം, മാനേജ്മെന്റ് കോട്ട നോക്കണം, അൺഎയ്ഡഡ് സ്കൂളുകളിൽ അപേക്ഷ കൊടുക്കണം. അങ്ങനെ എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ ഈ സ്പോർട്സ് കോട്ട അപേക്ഷയ്ക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട്. ആദ്യം കുട്ടികൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് ആദ്യത്തെ ഘട്ടം. അതായത് കുട്ടികൾക്കുള്ള കയ്യിൽ ഇപ്പൊ കുറെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും. ജില്ല ജില്ല ചിലപ്പോൾ സംസ്ഥാനം, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവല്, അത്തരത്തില് വിവിധ ഗെയിംസ്, അത്ലറ്റിക്സ് ഇനങ്ങളിൽ പിന്നെ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കുട്ടികളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്പോർട്സ് കോട്ട അപേക്ഷിക്കണമെങ്കിലുള്ള ആദ്യത്തെ ഘട്ടം എന്ന് പറയും. സ്പോർട്സ് കോട്ട അപേക്ഷിക്കണമെങ്കിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ ആണ്. സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള സ്പോർട്സിൽ കിട്ടിയിട്ടുള്ള മികവുകൾ, ആ മികവുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതിന്റെ ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മളുടെ ഈ രജിസ്ട്രേഷനും, രണ്ടാമത്തെ ഘട്ടം ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഈ രണ്ട് ഘട്ടങ്ങളും നടക്കുന്നത് നമ്മുടെ ഏകജാലക സംവിധാനത്തിന്റെ സൈറ്റായ HS CAP നമ്മൾ അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ പുറത്തുനിന്ന് സ്പോർട്സ് കൗൺസിലിന് അപേക്ഷ കൊടുക്കുകയല്ല. ഇപ്പോ ഇത് HS CAP തന്നെയാണ് സ്പോർട്സ് പിന്നെ കോട്ടയിലേക്കുള്ള പ്രവേശനത്തിനും അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യത്തെ രജിസ്ട്രേഷന്റെ ലിങ്ക്, അതായത് സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ, അതാണ് ഒന്നാം ഘട്ടം. ആ രജിസ്ട്രേഷന്റെ ലിങ്ക് ഇവിടെ ഇന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. HS CAP എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് അതിന്റെ താഴെ വ്യൂ പ്രോസ്പെക്ടസ്, കാൻഡിഡേറ്റ്സ് ലോഗിന്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ഡൗട്ട്സ്, കാൻഡിഡേറ്റ്സ് ലോഗിൻ MRS, ഗെറ്റ് യൂസർ നെയിം ആപ്ലിക്കേഷൻ നമ്പർ, ഏറ്റവും താഴെയായിട്ട് സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് കാണാം. അപ്പോൾ നമ്മൾ സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ ആണ് ആദ്യം നടത്തേണ്ടത്. ഈ സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന HS CAP കാണുന്ന ഈ ലിങ്ക് വഴിയാണ് പിന്നെ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു പേജ്, ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ പോവുക.
അപ്പോൾ രജിസ്ട്രേഷൻ ഫോർ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഇൻ ഹയർ സെക്കൻഡറി കോഴ്സസ്, രജിസ്ട്രേഷൻ ഫോം ഓൺലൈനായി പൂരിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. ആ പൂരിപ്പിച്ചതിന് ശേഷം ഫൈനൽ സബ്മിഷൻ നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. ഇതിന് ശേഷം ഈ പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാത്തിൻ്റെയും, അതായത് സ്പോർട്സ് രംഗത്ത് നിങ്ങൾക്കുള്ള ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ എല്ലാത്തിൻ്റെയും ഒറിജിനലും നിങ്ങൾ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയതിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാകാം. ഇപ്പം മലപ്പുറത്തുള്ളവരാണെങ്കിൽ മലപ്പുറത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസുണ്ട്. അപ്പോൾ ഈ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെ എല്ലാത്തിൻ്റെയും നമ്പർ, ഫോൺ നമ്പർ ഞാൻ 4ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ്, ആദ്യത്തെ പ്രോസസ്സ് രജിസ്ട്രേഷൻ ആണ്. ആ പ്രോസസ്സ് ഇങ്ങനെയാണ്: രജിസ്ട്രേഷൻ ഫോറം ഓൺലൈനായിട്ട് പൂരിപ്പിക്കുക. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ആ രജിസ്ട്രേഷൻ ഫോറം ഓൺലൈനായിട്ട് പൂരിപ്പിക്കാൻ നമ്മൾ ഇവിടെ താഴെ കുറേ ലിങ്കുകൾ കണ്ടു. ഹൗ ടു രജിസ്റ്റർ, രജിസ്റ്റർ ഓൺലൈന്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, പ്രിന്റ് രജിസ്ട്രേഷൻ സ്ലിപ്പ്, റാങ്ക് ലിസ്റ്റ്, അഡ്മിൻ ലോഗിൻ. അതിൽ ഹൗ ടു രജിസ്റ്റർ എന്ന് പറയുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഹൗ ടു രജിസ്റ്റർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫോമിലേക്കാണ് പോകുന്നത്. ഈ രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുന്നത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നേരിട്ട് പൂരിപ്പിക്കേണ്ടതല്ല, ഓൺലൈനായിട്ട് തന്നെ പൂരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നന്നായി പൂരിപ്പിച്ച് കായിക നേട്ടം രേഖപ്പെടുത്താനുള്ള താഴെ ആദ്യത്തെ പേജിൽ നമ്മൾ നമ്മളുടെ ബയോഡേറ്റകൾ, നമ്മുടെ പേര്, ജനനത്തീയതി, ലിംഗം, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ, മേൽവിലാസം, പിന്നെ ജില്ല, ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ താഴെ പറയുന്ന കായിക നേട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ക്രീനാണ് നമുക്ക് ലഭിക്കുക. ആ കായിക നേട്ടങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഓരോന്നും, എല്ലാം സെലക്ട് ചെയ്ത് ഉത്തരം കൊടുക്കേണ്ടതാണ്. കായിക നേട്ടം എന്താണെന്ന് സെലക്ട് ചെയ്യാം, ഏത് വിഭാഗത്തിലാണെന്ന് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ഇനം സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, മാസം ഏതാണെന്ന് സെലക്ട് ചെയ്യാം, വർഷം സെലക്ട് ചെയ്യാം, സ്ഥാനം സെലക്ട് ചെയ്യാം, ഇത് റെക്കോർഡുകൾ എന്തെങ്കിലും ഉണ്ടോ അത് സെലക്ട് ചെയ്യാം. ഇത്തരത്തിൽ ഒന്നും നമ്മൾ എഴുതി ചേർക്കേണ്ടതല്ല, എല്ലാം സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആ കായിക നേട്ടങ്ങൾ കൂടി ഇപ്പം 2 പേജിലായിട്ടാണ് ഇത് കിടക്കുന്നത്. ആദ്യത്തെ പേജിൽ നമ്മുടെ ബയോഡേറ്റകൾ പൂർണ്ണമാക്കുക, അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ കായിക നേട്ടം വരും. ആ കായിക നേട്ടം നമ്മൾ സെലക്ട് ചെയ്ത്, ഓരോന്നും സെലക്ട് ചെയ്യാനുള്ള എഴുതേണ്ട ഒരു ആവശ്യമില്ല, അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ എന്നതിന് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ കൊടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ കൊടുത്ത ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ ഒരു പ്രിൻ്റ്, അതായത് നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ടാണ് ഈ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. ഈ പ്രിൻ്റ് ഔട്ടും നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും, സ്പോർട്സ് രംഗത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് നമ്മൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോകേണ്ടത്. ആ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ എത്തിയാൽ നമ്മൾ അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്യും. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും വെരിഫൈ ചെയ്യും. അപ്പോൾ ഈ സ്പോർട്സ് കൗൺസിൽ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്കറിയാം, നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. സ്പോർട്സ് കോട്ടയിൽ നമ്മൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം ഈ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയി നമ്മൾ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഈ പ്രിൻ്റ് ഔട്ട്, ഇപ്പം നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയ പ്രിൻ്റ് ഔട്ടും കൂടെ ഹാജരാക്കുമ്പോൾ അവർ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വെരിഫൈ ചെയ്യും, ശരിയാണോ, യഥാർത്ഥത്തിലുള്ളതാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവർ നമുക്ക് ഒരു സ്കോർ തരും. നമുക്കൊരു സ്കോർ, അപ്പോൾ എല്ലാവർക്കും ഒരേ സ്കോർ ആയിരിക്കില്ല. ഇപ്പോൾ ജില്ലയിൽ കിട്ടിയ ഒരാൾക്കും സംസ്ഥാനത്ത് കിട്ടിയ ആൾക്കും സ്കോറുകൾ തമ്മിൽ മാറ്റം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സ്കോർ കാർഡ് നമുക്ക് തന്നാൽ അതിന് ശേഷമാണ് നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ നടത്തേണ്ടത്.
അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. HS ക്യാപ്പിൽ കയറിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യുകയാണ്. സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു ഫോറം കിട്ടും. ഇതുപോലെ ഒരു ഫോറത്തിന് മുമ്പ് ഒരു പേജ് വരും. ആ പേജിൽ, പേജ് ഇതാണ്, ആ പേജിൽ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യുക, ഹൗ, അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഫോറം പൂരിപ്പിക്കുക, രജിസ്ട്രേഷൻ ഫോറം ഫൈനലിൽ സബ്മിറ്റ് ചെയ്യുക, അതിനുശേഷം രജിസ്ട്രേഷൻ സ്ലിപ്പിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക, സർട്ടിഫിക്കറ്റും ഈ പ്രിന്റ് ഔട്ടും കൂടി ഇവിടെ കൊണ്ടുപോവുക, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക. അപ്പോൾ അതിനുശേഷം അങ്ങനെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് വേണം, ഇതിലുള്ള ഹൗ ടു രജിസ്റ്റർ എന്ന് പറയുന്ന ലിങ്കിൽ കയറുക. അപ്പോൾ ഒരു ഫോം നമുക്ക് വരും. ആ ഫോമാണിത്. ആ ഫോമിൻ്റെ ആദ്യത്തെ ഭാഗം ബയോഡേറ്റ ഫോമാണ്. ആ ബയോഡേറ്റ ഒക്കെ നമ്മുടെ പേഴ്സണൽ ബയോഡേറ്റ എല്ലാം ചേർത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഒരു പേജ് വരും. അത് കായിക നേട്ടങ്ങൾ വിവരിക്കുന്നതാണ്. ആ കായിക നേട്ടങ്ങളിൽ കാണുന്നതെല്ലാം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ആ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഫൈനൽ സബ്മിഷൻ കൊടുക്കുക, ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഈ പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കൊണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാവുക. അവിടെ അവർ ഇത് വെരിഫൈ ചെയ്യും. ആ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്കോർ കാർഡ് കിട്ടും. ഇത്രയുമാണ് നമ്മളുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇതിന് ശേഷം നിങ്ങൾ ഓൺലൈനായിട്ട് ഈ HS ക്യാപ്പിൽ തന്നെ അപേക്ഷ കൊടുക്കണം. ആ ലിങ്ക് ഇന്ന് ജൂൺ 9 ആ ലിങ്ക് വന്നിട്ടില്ല. ആ ലിങ്ക് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സ് എന്നായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടത് കാൻഡിഡേറ്റ്സ് ലോഗിൻ മാത്രമായിരുന്നു. ഇപ്പോൾ കാൻഡിഡേറ്റ്സ് ലോഗിൻ MRS മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. കാൻഡിഡേറ്റ്സ് ലോഗിൻ SWS ഉണ്ട്. ഇത് രണ്ടും ഉള്ളു. ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ മാത്രമാണ്. ഇത് കഴിഞ്ഞ് ഇനി രജിസ്ട്രേഷൻ കഴിയുമ്പോഴേക്കും മിക്കവാറും നാളത്തേതോടുകൂടി ഒരു ലിങ്ക് കൂടി വരും. ആ ലിങ്ക് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സ് ആയിരിക്കും. ആ കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സിൽ കയറിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഫില്ല് ചെയ്ത്, നേരത്തെ നമ്മൾ സ്കൂളിന് ഓപ്ഷൻ കൊടുത്തിരുന്നല്ലോ ജനറൽ കാറ്റഗറിയിൽ, അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഈ സ്പോർട്സിലേക്ക് അപേക്ഷ കൊടുക്കാനും പുതിയതായിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് ഇഷ്ടമുള്ള സ്കൂളുകൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതാണ് ചെയ്യേണ്ട പ്രോസസ്സ്. അപ്പോൾ ഒരു ലിങ്ക് കൂടി നമുക്ക് വരാനുണ്ട്, അത് നാളെ വരും. ഏതാ ലിങ്ക്? കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സ്. ആ കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സ് നിങ്ങൾ കയറി അത് സൃഷ്ടിച്ച് അതിന് പറയുന്ന കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ച് നിങ്ങൾ അവിടെ പുതിയതായിട്ട് സ്പോർട്സിന് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ സ്പോർട്സിന് വേണ്ടി ഓപ്ഷൻ കൊടുക്കണം. ഈ അപേക്ഷ 18-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഈ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാകേണ്ട ലാസ്റ്റ് ഡേറ്റ് 18-ാം തീയതിയാണ്. 22-ാമത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ്, സ്പോർട്സിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, നമുക്കൊരു പാസ്വേഡ്. സ്പോർട്സിന് മാത്രമായിട്ടൊരു അപ്ലിക്കേഷൻ നമ്പറും ഒരു പാസ്വേഡും ഉണ്ടാവും എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് എന്ത് വേണം? കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സിലാണ് നമ്മൾ റിസൾട്ട് നോക്കേണ്ടത്. ജനറൽ കാറ്റഗറിയിൽ അലോട്ട്മെന്റ് വരുമ്പോൾ 22-ാം തീയതി സ്പോർട്സിന്റെ ഇത് വെച്ച് അതിന്റെ രജിസ്ട്രേഷൻ നമ്പറും അതിന്റെ അപ്ലിക്കേഷൻ നമ്പറും അതിന്റെ പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത്. 22-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്, 29-ാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെന്റ്. ആ രണ്ട് അലോട്ട്മെന്റുകളും നമ്മൾക്ക് പരിശോധിക്കാം. അത് കഴിഞ്ഞ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പുതിയ അപേക്ഷ പിന്നെയും കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇതാണ് സ്പോർട്സ് ഇതിനെ പറ്റിയിട്ടുള്ളത്. അലോട്ട്മെന്റ് ഇതുവരെ ട്രയൽ അലോട്ട്മെന്റിലൊന്നും കിട്ടാത്തവർ നിർബന്ധമായിട്ടും ഈ സ്പോർട്സ് അച്ചീവ്മെന്റ് നേട്ടങ്ങൾ, സ്പോർട്സിൽ നേട്ടങ്ങളുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം നമുക്ക് എവിടെയാണ് പ്രവേശനം, എങ്ങനെയാണ് പ്രവേശനം കിട്ടുക എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത്. ആദ്യത്തെ ലിങ്ക് മാത്രമേ ഇവിടെ ഞാൻ പറഞ്ഞു, സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനത്തിന് 2 ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘട്ടം രണ്ടും ചെയ്യുന്നത് ഈ ഏകജാലക സംവിധാനത്തിന്റെ സൈറ്റായ HS ക്യാപ്പിലൂടെ തന്നെയാണ്. അതിൽ ആദ്യത്തെ 2 ഘട്ടത്തിന്റെ ആദ്യത്തെ ലിങ്ക് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ, അതായത് സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ. അടുത്ത ലിങ്ക് കാൻഡിഡേറ്റ്സ് ലോഗിൻ സ്പോർട്സ് ആണ്. അത് നാളെ മറ്റോ വരും.
അപ്പോൾ നമ്മൾ എവിടെയാ നമുക്ക് കിട്ടുക, എങ്ങനെ കിട്ടുക പറയാൻ വയ്യല്ലോ. അപ്പോൾ കിട്ടാവുന്ന എല്ലാ സാധ്യതകളും നമ്മൾ എല്ലാ കുട്ടികളും ഉപയോഗപ്പെടുത്തണം ആ, എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വേറെ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഇവിടെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ ഓഫീസുകളുടെ എല്ലാ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളുടെയും ജില്ലാ ഓഫീസുകളുടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതെവിടെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷം ഇതിനു വേണ്ടിയിട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും എവിടെയെങ്കിലും ഏതെങ്കിലും വിഭാഗത്തിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.